ഇതേതാ ഈ ലഗേജ്? ഇതിനു മുമ്പ് ഇവിടെ തല്ലല്ലേ ഓടാൻ വന്നതല്ല, ഓടല്ലേ തല്ലാൻ വന്നതല്ല. ഞാൻ പണിയെടുക്കാൻ പോയതല്ലേ, അതല്ലേ ബാഗ് അവിടെ ഇട്ടത്. ആരാ? ഭാർഗവൻ, വാറ്റു ഭാർഗവൻ. ഈ ഗ്രാമത്തിൽ പുതിയതായി താമസിക്കാൻ വന്ന ശിവൻകുട്ടിയെ കാണാൻ വന്ന. കാണാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ നാട് സ്വല്പം പെശക. ഇവിടത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് ഞാൻ. എവിടെന്നാ? ജയിലിൽ നിന്നാ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്. ഈ കയർ ഫാക്ടറി തുടങ്ങാൻ വന്ന ശിവൻകുട്ടിയല്ലേ അന്വേഷിച്ചത്? കയർ ഫാക്ടറിയോ? അവനോ? അവനല്ല. പിന്നെ ഏത് ശിവൻകുട്ടി? അവനോടൊപ്പം രണ്ടുപേരും കൂടെ ഉണ്ട്, കുഞ്ഞുണ്ണിൻ രാജപ്പനും. അവന്മാര് തന്നെ ഫാക്ടറി പണിയാൻ വന്നവര്. അവന്മാര് തന്നെ ആയിരിക്കോ? അവരെവിടെയുണ്ട്? ഈ വഴി നേരെ പോയ, അയ്യോ ഹോട്ടലാ, വഴി ഇപ്പൊ തെറ്റിയന. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ചെറിയ തോടിന്റെ പാലം ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും മതി, എളുപ്പ വഴിയാ. നേരെ പോയ അവിടെ എത്തുവോ? ചെറിയ 1-2 വളവും തിരിവൊക്കെ ഉണ്ട്. അല്ല, ഈ മുള ഞാൻ എടുത്തോട്ടെ. ആ ബാഗ് എടുക്ക്. അതാരാ? വൈഫാ? ആണെങ്കി പോയിട്ട് വരാം. പോയിട്ട് വരാം. എന്തോ പ്രശ്നമുണ്ടല്ലോ, കണ്ടുപിടിക്കണം. അപ്പൊ അതാണല്ലേ കാര്യം. ഞാൻ കരുതി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയം നോക്കി നീ മുങ്ങിയതാണെന്ന്. നീ അവളെ പ്രേമിക്കുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാശ് കിട്ടിയാൽ മതി. അത് കിട്ടിയാലും നാട്ടിൽ എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റൂ. ഇങ്ങനെ കണ്ണിച്ചോരാണ് സംസാരിക്കുന്നത് പറഞ്ഞു. എന്നാ നീ ഇതാണ് എന്റെ കാശ്. എന്റെ കയ്യിലുണ്ടെങ്കിൽ തരുമോ? എന്നാ പിന്നെ മിണ്ടാതിരിക്കേ. കണ്ണി ചോരയായിട്ട് വന്നേക്കണ്. അവനൊരു ആവശ്യം വന്നപ്പോ ഞാൻ കാശ് കൊടുത്തത് എനിക്കൊരു ആവശ്യം വരുമ്പോ തിരിച്ചു കിട്ടാനാ, അല്ലാതെ മോക്ഷം കിട്ടാനല്ല. ഞാൻ തരില്ലാന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ നീ പറഞ്ഞാ ഞാൻ ഒന്നുകൂടി ജയിലിൽ പോകും, അത്രേ ഉള്ളൂ. അത് കള്ളച്ചാരായം പാറ്റിയതിനാവില്ല. ഭാർഗവട്ടൻ ചൂടാവാതെ, കാശിവൻ തരും. ഇത്രയും ക്ഷമിച്ചില്ലേ, ഒരല്പം കൂടെ ക്ഷമിക്കും. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഇനിയിപ്പൊ നീ അവളെ പ്രേമിക്കേണ്ടത് എന്റെ കൂടി ആവശ്യമായി പോയില്ലേ? പക്ഷെ എത്രയും പെട്ടെന്ന് വേണം. അതല്ലേ ഞാൻ ഇവന്റെ കൂടെ നടക്കണത്. അത് തന്നെയാ എന്റെ പ്രശ്നം. മുതലാളി വരുന്നു. അതാരാ? അയ്യോ മുതലാളിയാ. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഏതാ ഈ പുതിയ അവതാരം? എന്റെ നാട്ടുകാരനാ ഭാർഗവേട്ടൻ. സഹായത്തിനല്ല എന്റെ ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വരാൻ ഞാൻ തന്നോട് ഒരു ആനയെ തളയ്ക്കാനല്ലല്ലോ പറഞ്ഞത്, ഒരു പെണ്ണിനെ വളയ്ക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഇനിയും വേറെ ആരെങ്കിലും വരുമോ ആവോ? ഇല്ല, പ്രസിഡന്റിന്റെ മകളെ കാണാൻ നല്ലൊരു അവസരം ഒത്തു വന്നിട്ടുണ്ട്. നാളെ അവളുടെ പിറന്നാളാണ്. രാവിലെ ക്ഷേത്രത്തിൽ തൊഴാൻ വരും. ഇവൻ വന്ന് തനിക്ക് പെണ്ണിനെ കാണിച്ചു. താൻ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറണം. പ്രസിഡന്റിനെ വലയിലാക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അയാളുടെ വീട്ടിൽ ഞായറാഴ്ച ഊണും സ്വീകരണവും. അവളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയല്ല. പിന്നെ ഇവിടെ യാതൊരു കുറവൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ വരട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെ പറഞ്ഞാ മതി കേട്ടോ. എന്താ? അല്ല, ഇവനൊരു മൊബൈൽ കിട്ടിയിരുന്നെങ്കിൽ. മൊബൈലോ? എന്തിനാ? ഈ മൊബൈൽ നമ്പർ പ്രസിഡന്റിന്റെ മകൾക്ക് കൊടുത്താ അത് പ്രയോജനപ്പെടും. ഇപ്പോഴത്തെ പിള്ളേരല്ലോ. പിടികിട്ടി. എടോ, നാളെ തന്നെ കുന്തയാക്ക് മേടിച്ചു കൊടുക്ക്. വരട്ടെ. രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഈ പ്രായത്തിൽ ആരെ പ്രേമിക്കാൻ? കൊച്ചുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കാനെന്ന്. വാടോ, വരുന്നു. ഇങ്ങനെ ഒരാളഞ്ഞാളിയും വരിക്കച്ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം ചാട്ടുളി മുണ തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ വിളിച്ചിട്ടെല്ലാം പറഞ്ഞിട്ടെല്ലാം വേല വേണ്ടടി കല്യാണി. അടിച്ചോ? ഫിറ്റായിട്ട് ഇവിടെ ഒന്ന് വാള വെക്കരുത് കേട്ടോ. നഹി 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് മോന്തുവാണല്ലോ. മോന്തുടാ മോന്തും, അതാണ് പട്ടാളക്കാരൻ, എന്റെ കൂട്ടുകാരൻ. ബാപ്പ എങ്ങനെ ഇങ്ങോട്ട് വന്നാ ഇവിടെ ഇപ്പൊ കൊലപാതകം നടക്കും. ബാപ്പന്റെ കംസന കൊല്ലാൻ സ്വന്തം വീട്ടിലിരുന്ന് ഒരു പെഗ് റമ്മ് പോലെ അടിക്കാൻ വായിക്കുന്നവൻ എങ്ങനെ പട്ടാളക്കാരനാവാ? അപ്പാണ് ഞാൻ പറഞ്ഞ ഈ പട്ടാളാറ്റി പുള്ളുണ്ട്. വെള്ളം ഒഴിക്കണ്ട, ആവശ്യത്തിനുള്ള കുടിച്ചുണ്ട്. ആ ബുട്ടി, നീ കഥ മുഴുവൻ പറഞ്ഞില്ല. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നേ. നടന്ന സംഭവം എങ്ങനെ കഥയാവുന്നേ? ഓ സോറി, കേൾക്കുന്നൊരു സുഖം കൊണ്ട് പറഞ്ഞതാ. നീ പറഞ്ഞ. അങ്ങനെ ദ്രാ സെക്ടറിൽ കുത്തനെ കിടക്കുന്ന മഞ്ഞുമല കയറി ഏറെക്കുറെ മുകളിലെത്തിയപ്പോ ഞങ്ങൾ പാകിസ്ഥാന്റെ ബങ്കർ കണ്ടു.
ഉടൻ മേജർ കാലിയ ഒരൊറ്റ അലർച്ചയാണ്. അയ്യോ ഫസ്റ്റ് അറ്റാക്ക് ആണോ? അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന അർത്ഥം. പിന്നെ മഞ്ഞിന്റെ പുറത്ത് കമഴ്ന്ന് കിടന്ന് ഞങ്ങളുടെ ഒരു പ്രകടനമായി ഞാനായിരുന്നു ഏറ്റവും മുമ്പിൽ. 1.5 മണിക്കൂർ നിർത്താതെ ഫയറിംഗ്, പൊരിഞ്ഞ ഫയറിംഗ്. എന്നിട്ട് എന്തുണ്ടായി? ഞങ്ങൾക്ക് ഒരൊറ്റ കാഷ്വാലിറ്റി ഇല്ല. ഈ വക കേസിന് മുമ്പ് ഇത്തിരി ക്യാഷ് കരുതണ്ട. ഇവിടെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ ഒരൊറ്റ പട്ടാളക്കാർ മരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ 17 പട്ടാളക്കാര് ഫ്ലാറ്റ്. വെള്ളടിച്ച ഫ്ലാറ്റ് ആവും, വെടിവെച്ചാൽ എങ്ങനെ ഫ്ലാറ്റ് ആണെന്ന് മനസ്സിലായില്ല. ഇത് പുള്ളു. Welcome to Hotel Mayura Continental. Good morning. Okay. Advocate Gobi Chettipalayam Ramaswamy here. One reservation is here. പക്ഷെ അദ്ദേഹം എത്തിയിട്ടില്ല. വിമാനം ലേറ്റ് ആണ്, ഇപ്പൊ വരും. നിങ്ങൾ? I am Hiralal Pannalal from Mumbai. വണക്കം അയ്യാ. വണക്കം. ഗുഡ് മോർണിംഗ് സർ. അഡ്വക്കേറ്റ് ഗോപി ചെട്ടിപ്പാളയം രാമസ്വാമി. I see. Welcome to Hotel Mayura Continental. Your room is 103. கார்ல என்னுடைய பேகும் கம்ப்யூட்டர் இருக்கு. வாய்ஸ் கிட்ட சொல்லி கொஞ்சம் ரூமுக்கு எடுத்துட்டு வர சொல்லுங்க. Yes, sir. Yes sir. சார் நம்ம விஷயம் முடியாதுப்பா. எதுக்கு தொந்தரவு கொடுக்கறேன்? எனக்கு டைம் இல்ல. இல்ல. இன்னைக்கு ஹை கோர்ட்ல 2 மர்டர் கேஸ் இருக்கு. 2 மர்டர் கேசஸ். ஈவினிங் ஃளைட் கோயிங் டெல்லி. ஹவாலா கேஸ் நோ டைம் பா. എന്റെ കേസ് വാദിക്കാൻ പറയാനാ, ഒരു സ്റ്റീരിയോ കേസ്. കുറെ നാളായി പുറകെ നടക്കുന്നു. സാറിന് സമയമില്ല, ഭയങ്കര ബിസി. സാർ இங்க வை. மெதுவா வை. தாழ வீணு உடஞ்சு போனா ₹1,00,000 தொலைஞ்சிடும். இது என்னுடைய கம்ப்யூட்டர். நீ போய் ஐயாவுக்கு ஒரு ஸ்பெஷல் காஃபி கொண்டு வா. ഓക്കെ സാർ. இது சந்தோஷமா வச்சுக்கோ. எஸ்கியூஸ் மீ. தமிழ் தெரியுமா? Yes, sir. கோபிச்செட்டிப்பாளையம் ஐயர் இருக்கா? நீங்க யாரு? நாங்க குமஸ்தர்கள். Ah. நான் உசிலாம்பேட்டி வைத்தியநாதன் சொண்டி, இவன் கோயம்புத்தூர் கிட்டப்பன் சொண்டி. சார் 103ல இருக்காங்க. ரொம்ப நன்றி. வா மாப்பிள. உசிலாம்பேட்டை கிட்டப்பா சொண்டி பாரு.